അഭിനന്ദരായ സന്യാസി ശ്രേഷ്ഠന്മാരെ, ധർമ്മരക്ഷാ സംഗമത്തിൻ്റെ പ്രിയങ്കരായ സംഘാടകരെ, ഈ വേദിയിലുള്ള വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കളെ, പ്രിയ സഹോദരീ സഹോദരന്മാരെ, മാതാ അമൃതാനന്ദമയി ദേവിയെയും മഠത്തെയും ചുറ്റിപ്പറ്റി ഈ അടുത്ത കാലത്ത് വളരെയധികം ആക്ഷേപങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മഠത്തിൻ്റെ വളർച്ചയിലും പ്രശസ്തിയിലും അതിൻ്റെ സ്ഥാപനങ്ങളിലും അസൂയ പൂണ്ട ആളുകളാണ് ഈ പ്രചാരണത്തിന് പിന്നിലുള്ളത്. മഠത്തെയും അമ്മയെയും തന്നെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെ നടക്കുന്നത് നിയതമായ പ്രാർത്ഥനകളും സ്നേഹനിബദ്ധമായ പ്രഭാഷണങ്ങൾക്കും അപ്പുറത്ത് ഏതെങ്കിലും തരത്തിലുള്ള പൂജകളോ കർമ്മങ്ങളോ നടക്കുന്നതായി അറിവില്ല. ഈ മഠത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ വന്ന് താമസിക്കുന്നുണ്ട്. അതിൽ വിദേശീയരുമുണ്ട്, സ്വദേശീയരുമുണ്ട്. പക്ഷെ ഇവരെല്ലാം തന്നെ അവിടെ എത്തിയത് സ്വമനസാലെ എത്തിയവരാണ്. ആരെയും ബലമായി പിടിച്ചുകൊണ്ടുവന്ന് അവിടെ താമസിപ്പിച്ചിട്ടുള്ളതല്ല. ഈ മഠത്തിൻ്റെ പേരിൽ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ മറ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അതൊന്നും കാണാതെ അതിനെല്ലാം തമസ്കരിച്ച് ഏതാനും ചില പ്രശ്നങ്ങളുടെ പേരിൽ മഠത്തിനെതിരെ ആക്രമണം നടക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഇടപ്പള്ളിയിലുള്ള അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പോലെ ഒരു സ്ഥാപനം കേരളത്തിലുണ്ടാക്കുവാൻ കേരളത്തിലെ ഏതെങ്കിലും ഗവൺമെന്റിന് കഴിയുമോ? ഏതെങ്കിലും മതസ്ഥാപനങ്ങൾക്ക് കഴിയുമോ? അങ്ങനെ എത്ര സ്ഥാപനങ്ങൾ. ഇനിയിപ്പോൾ അന്വേഷിക്കാൻ പോകുന്നതിൻ്റെ പണം എവിടെ നിന്ന് കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ലോകമെമ്പാടുമുള്ള അമ്മയുടെ വിശ്വാസികൾ സ്വമേധയാ നൽകിയ പണത്തിൽ നിന്നാണ് ഇത് ഉണ്ടാക്കിയത്. ഏതെങ്കിലും ഗവൺമെൻറ് പണം കൊടുത്തായി നമുക്കറിവില്ല. നിർബന്ധ പിരിവ് നടത്തിയതായി നമുക്കറിവില്ല. അപ്പോൾ ലോക മാനവികതയുടെ മുമ്പിൽ സ്നേഹനിബദ്ധമായ പ്രവർത്തനം കൊണ്ട്, സംശുദ്ധമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ലോകമെമ്പാടും ഖ്യാതി നേടിയ അമ്മയെയും മഠത്തെയും മഠത്തിൻ്റെ സ്ഥാപനങ്ങളെയും നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ആരാണെന്ന് നമുക്കറിയാം. ഇവിടെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാർ ഒരു സൂചന നൽകിയിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 9 ഇതേ വേദിയിൽ KPMS ഒരു സമ്മേളനം നടത്തി. ഈ കായലിൽ അന്നത്തെ പുലയർ വള്ളങ്ങൾ കൂട്ടിക്കെട്ടി അതിൽ ഒരു സമ്മേളനം നടത്തി ഒരു സംഘടനയുണ്ടാക്കിയതിൻ്റെ 100ാം വാർഷികാഘോഷം. ഇതുപോലെ ജനലക്ഷങ്ങൾ പങ്കെടുത്ത ആ സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി വന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയും ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയുമായ ശ്രീ നരേന്ദ്രമോദിയായിരുന്നു. ആ വാർത്ത വന്നതോടുകൂടി നമ്മുടെ മാധ്യമങ്ങൾ ചില ആളുകളെ വാടകയ്ക്കെടുത്ത് ഞങ്ങൾക്കെതിരെ പ്രചാരണം അഴിച്ചുവിട്ടു. ഇവിടെ ചില മാധ്യമങ്ങളെന്ന് ഞാൻ പറയുന്നുണ്ട്, എല്ലാവരും ഉദ്ദേശിച്ചല്ല. നമ്മുടെ കേരളത്തിലെ ചില ചാനലുകൾക്ക് വെടക്ക് സ്വഭാവമുണ്ട്, അവർക്ക് പക്ഷമുണ്ട്. അതുകൊണ്ട് വെടക്ക് ചാനലുകൾ തന്നെയാണ് ഞാൻ വിളിക്കുന്നവരെ. അവരന്ന് 9-ാം തീയതി രാത്രി 9 മണി മുതൽ 11 മണി വരെ നിരന്തരമായി ഇതിനെ അധിക്ഷേപിച്ചുകൊണ്ട് ചർച്ചകൾ നടത്തി. പിന്നീടും നിരവധി ദിവസങ്ങൾ അതിൻ്റെ ചർച്ചകൾ നടത്തി. പക്ഷേ ആ ചർച്ചകളിലേക്കൊന്നും
ഈ മഹാപാതകം സംഘടിപ്പിച്ച KPMSന്റെ ഒരാളെപ്പോലും വിളിച്ചില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. 9-ാം തീയതിക്ക് മുമ്പ് ഇന്ത്യ ടുഡേയുടെ മലയാളം വിഭാഗത്തിൽ കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ ഒരു ലേഖനം എഴുതി ഇതിനെതിരായിട്ട്. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനൊരു സമ്മേളനം നടന്നിട്ട് ഇത് വെറുതെയാണെന്ന് പറഞ്ഞു. അക്കൂട്ടത്തിൽ പറഞ്ഞു, ഫെബ്രുവരി 9-ാം തീയതി നിങ്ങൾ മറൈൻ ഡ്രൈവിൽ ചെന്നാൽ ഒരു അശ്ലീലം കാണാം. നോക്കണം മാധ്യമപ്രവർത്തനങ്ങളുടെ പോക്ക്. ഈ രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ട ജനവിഭാഗങ്ങൾ അവരുടെ സംഘടന ഉയർന്നു വന്നതിൻ്റെ 100-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ അതിനെതിരായി എഴുതി വെച്ച കാര്യമാണ്, നിങ്ങൾ 9-ാം തീയതി മറൈൻ ഡ്രൈവിൽ വന്നാൽ ഒരു അശ്ലീലം കാണാം. ഞാൻ ആ മാധ്യമപ്രവർത്തനെ തപ്പിപ്പിടിച്ച് വിളിച്ചു ചോദിച്ചു, സാർ നിങ്ങൾ 9-ാം തീയതി വന്ന അശ്ലീലം കണ്ടോ? അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ കണ്ടില്ല. വളരെ കഷ്ടമായിപ്പോയി. സാർ ഒരു അനുവാദം തരികയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഞാൻ കുറച്ച് ആളുകളെ സംഘടിപ്പിച്ച് വീട്ടിൽ കൊണ്ടുവന്ന അശ്ലീലം കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഫോൺ ചാടി മേടിച്ചിട്ട് എന്നോട് ചോദിച്ചു, താൻ ആരാണ്? ഞാൻ പറഞ്ഞു, സഹോദരി എന്നോട് ചൂടാകണ്ട, ഈ സാറിന് വേണ്ട സാധനം വല്ലപ്പോഴും ഒന്ന് ചെയ്തു കൊടുത്താൽ മതി എന്ന് പറയേണ്ടി വന്നു. അല്ലെങ്കിൽ സാറ് വേറെ എവിടെയും പോലും അത് കാണും എന്ന് പറയേണ്ടി വന്നു. എൻ്റെ സംസ്കാരത്തിന് യോജിച്ചതല്ലത്, പക്ഷേ ഇതവർ നമ്മളെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ഇത്തരം ചാനലുകളും ഇവിടെ ദിനേരൻ സാർ സൂചിപ്പിച്ചതുപോലെ, ഞാൻ ആ പേരെടുത്തങ്ങ് പറയുകയാണ്, എനിക്ക് പേടിയില്ല, കാരണം ഞാനിത് പറഞ്ഞാൽ പത്രത്തിൽ വരില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ജോൺ ബ്രിട്ടാസ് കൈരളി ചാനലാണ് അദ്ദേഹം ഇത് കാണിച്ചത്. എനിക്ക് ബ്രിട്ടാസ് സാറിനോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, കേരളത്തിലെ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനികളുടെ ഒരു മഠത്തിൽ ചെന്ന് ഒരു അഭിമുഖം അതുപോലെ അദ്ദേഹത്തിന് കാണിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ജോൺ ബ്രിട്ടാസ് നിക്കറിൽ മൂത്രം ഒഴിച്ചു പോകുന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അപ്പൊ ഇവിടെ ഇത്തരം മാധ്യമങ്ങൾ കേരളത്തിന്റെ സംസ്കാരത്തിന് യോജിക്കാത്ത വെടക്ക് സംസ്കാരമായി കുറെ ചാനലുകളുണ്ട്. നമ്മളതിൻ്റെയൊക്കെ മുമ്പിൽ ചെന്ന് ഇരുന്നു കൊടുക്കും. അതിൻ്റെയൊക്കെ കുഴപ്പങ്ങളാണ് വരുന്നത്. അപ്പൊ ഇവിടെ മൊത്തത്തിൽ നമുക്ക് പിന്നെ കുറെ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇവിടെ കുറെ ബുദ്ധിജീവികളുണ്ട്. നമുക്ക് കേരളത്തിന് സഹിക്കാൻ പാടില്ലാത്ത കുറെ ബുദ്ധിജീവികൾ, യുക്തിവാദികൾ, പിന്നെ പ്രതിരോധക്കാർ. ഇവിടെ ഞങ്ങളുടെ സമ്മേളനത്തിന് ബദലായി ഒരു പ്രതിരോധ സമ്മേളനം ഇവിടെ നടത്തി. 30 പേരാണ് ഉണ്ടായിരുന്നത്, കേരളത്തിലെ മൊത്തം പേര്. അവരിതിനെ അധിക്ഷേപിച്ച് ഒരുപാട് സംസാരിച്ചു, നല്ല വാർത്താ പ്രാധാന്യം കിട്ടി. പക്ഷേ നമ്മുടെ ഈ ബുദ്ധിജീവികളും യുക്തിവാദികളും ഒക്കെ കേരളത്തിൻ്റെ ഏതെങ്കിലും തെരുവീതിൽ ചത്ത് കിടന്നാൽ 10 പട്ടി പോലും തിരിച്ചറിയാൻ കഴിയാത്ത ആളുകളാണ്. അവരൊക്കെയാണ് ഇപ്പോൾ വന്ന് ഇതിനെതിരായിട്ട് പ്രതിരോധിക്കാൻ നടക്കുന്നത്. അതിൽ പ്രതിരോധക്കാരുണ്ട്, ഞങ്ങളുടെ ആളുകളും കുറച്ച് പേരുണ്ട് അതിനകത്ത്. പ്രതിരോധം എന്തു പറഞ്ഞാലും പ്രതിരോധിക്കും. സ്വന്തം അച്ഛനും അമ്മയും അപ്പുറത്ത് ബെഡ്റൂമിൽ എന്തെങ്കിലും ജനാധിപത്യ വിരുദ്ധം കാണിച്ചാൽ അത് ഒളിഞ്ഞു നോക്കി അതിനെ പ്രതിരോധിക്കുന്ന ആളുകളാണ് ഇവന്മാർ. നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള കുറേ ആളുകൾ ഈ ക്യാമറയും തൂക്കിക്കൊണ്ട് നടക്കുന്നുണ്ട്. ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്താൽ അംഗീകരിക്കും. നിങ്ങൾ നല്ല കാര്യങ്ങൾ കുറേ കൂടുതൽ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു മോശം കാര്യം ചെയ്താൽ അതുകൊണ്ട് നിങ്ങളുടെ ഇടപാട് തീരും. അതുകൊണ്ട് ഇവിടെ കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ഹൈന്ദവ ശാക്തീകരണത്തിൻ്റെ ലൈനിലേക്ക് വരികയാണ്. ഏറ്റവും ശ്രീ വെള്ളാപ്പള്ളി പറയുന്ന പോലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾ അതിന് തയ്യാറായി വരുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. അതിനെയൊക്കെ കണ്ട് ഭയന്നിട്ടാണ് ഇത്തരം ആക്രമണങ്ങൾ. ഇത് മഠത്തിനെതിരെ മാത്രമല്ല, അമ്മയ്ക്കെതിരെ മാത്രമല്ല, നമ്മുടെ പഴനി ക്ഷേത്രത്തിനെതിരായി, ഗുരുവായൂർ ക്ഷേത്രത്തിനെതിരായി, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിനെതിരായി, ശബരിമലയ്ക്കെതിരായി. അവിടെ ബുദ്ധിജീവികളും യുക്തിവാദികളെല്ലാം കൂടി മലയിൽ വലിഞ്ഞു കയറി അവർ ലോകത്തോട് വിളിച്ചു പറയും ഇതെല്ലാം തട്ടിപ്പാണെന്ന് പറയാൻ നടക്കുന്ന കുറേ ആളുകൾ. പക്ഷെ അവരൊക്കെ എന്തു ചെയ്തിട്ടും ശബരിമലയുടെ ആൾക്കൂട്ടത്തിന് യാതൊരു കുറവും വരുത്താൻ അവർ കഴിഞ്ഞിട്ടില്ല. വിശ്വാസികൾ ഏറി വരികയാണ്. അപ്പം നമ്മുടെ ഹൈന്ദവ ജനവിഭാഗത്തിനൊരു കുഴപ്പമുണ്ട്, കൊണ്ടാലേ പഠിക്കൂ. ഇപ്പം നമുക്ക് കൊണ്ടു, അപ്പോൾ വിളിച്ചപ്പോൾ ആൾ കൂടി. ഹിന്ദു ഐക്യവേദിയുടെ സെക്രട്ടറി ബിജു പറഞ്ഞത് 12 ദിവസം കൊണ്ടാണ് ഞങ്ങൾ ഇത്ര ആളുകൾ സംഘടിപ്പിക്കുന്നത്. ഇതൊരു ദിവസം കൊണ്ട് സംഘടിപ്പിക്കാൻ നമുക്ക് കഴിയും. കൊള്ളണം. ഈ ഹൈന്ദവ ശാക്തീകരണത്തെ തീർക്കാൻ വേണ്ടി
ഇവിടെ ഈ പണിപ്പെടുന്ന ആരാണെന്നൊക്കെ നമുക്കറിയാം. നമ്മളെപ്പോഴും സഹിഷ്ണുതയായിട്ട് നിൽക്കും. അപ്പോൾ നമ്മുടെ തലയിൽ കയറി എന്തും ചെയ്യാമെന്ന സമീപനമാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ബുദ്ധിജീവികളും പ്രതിരോധക്കാരും യുക്തിവാദികളും അവരെ സഹായിക്കുന്ന ചാനലുകാരുമൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും അതിനെ ഉയർത്തിക്കാണിക്കുവാൻ കഴിയണം. അല്ലാതെ ചെറിയ കാര്യങ്ങളുടെ പുറകെ നടന്ന് മഹത്തായ കാര്യങ്ങളെ മലിനപ്പെടുത്തുന്ന സമീപനങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. അപ്പോൾ ഞങ്ങൾക്കുണ്ടായ മാധ്യമത്തിൻ്റെ വിഷയമാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് അമ്മയുടെയും മഠത്തിൻ്റെയും അതിൻ്റെ സ്ഥാപനങ്ങളും നമ്മുടെ തനത് സംസ്കാരത്തിൻ്റെ പൈതൃകമാണ്, അതിൻ്റെ മകുടോദാരങ്ങളാണ്. അത് സംരക്ഷിക്കാനുള്ള കടമ വിശിഷ്യ ഹൈന്ദവ സമൂഹത്തിനും സ്നേഹനിബദ്ധമായ വിശ്വമാനവത ആഗ്രഹിക്കുന്ന അതിരുകളില്ലാത്ത സുമനസ്സുകൾക്കും ബാധ്യതയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് KPMSൻ്റെ മുഴുവൻ പിന്തുണയും അമ്മയ്ക്കും മഠത്തിനും സ്ഥാപനങ്ങൾക്കും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.